അങ്ങനെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടാ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് മടിയുള്ള ദിവസമാണ്. അപ്പോൾ തലേ ദിവസത്തെ സാമ്പാറും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ കഴിക്കുക എന്ന് ആലോചിച്ചപ്പോൾ വേഗം ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ. അപ്പം മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഈ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം പത വരണം കേട്ടോ. അതിൽ കാണിച്ചു തരാം കേട്ടോ. അത്രയും പത വരുമ്പോൾ അത് അത്രയും സോഫ്റ്റ് ആവും കേട്ടോ ഗോതമ്പ് ദോശ. ഇത് ഇതുപോലെ ഒന്ന് പതയാക്കി എടുക്കണം കേട്ടോ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് കേട്ടോ എൻ്റെ വോയിസിൽ ഒരുപാട് ടാന്ന് വരുന്ന പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. എനിക്ക് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പല വീഡിയോസിലായിട്ട് കേട്ടോ. ഈ ടാ ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ കമൻറ്റിൽ കളിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അധികം അത് കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ഞാനെൻ്റെ ഈ വോയിസ് ഒന്നുകൂടി റിപ്പീറ്റ് കേൾക്കുമ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ഒരുപാട് എല്ലാ വാക്കിൻ്റെയും അവസാനം വരുന്ന സമയത്ത് ഒരു ടാ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ വീണ്ടും ഒരു ടാ വന്നുപോയി. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ദോശയൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ശ്രദ്ധിക്കണമുണ്ട്. സംസാരിക്കുമ്പോൾ ഒരു ടാ കൂടെ വരുമോ എന്നുള്ളൊരു ടെൻഷനും അതുപോലെ ട്ടാ. അപ്പോൾ അതേ വീണ്ടും ടാ വന്നു. അപ്പോൾ നമ്മുടെ അതേ ഗോതമ്പ് ദോശയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ സാമ്പാറും കൂടി ഒഴിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ടാ വരാണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.